Hi friends, welcome to Recipes Recooked. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പീച്ചിങ്ങ പൊള്ളിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. പീച്ചിങ്ങ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു പീച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുവാണ്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ ഒരു 20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിക്ക് പകരം ഒരു വലിയ സവോള എടുത്താലും മതിയാകും. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. താല്പര്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് ഒന്നാം പാലും 1 കപ്പ് രണ്ടാം പാലും ആണ് യൂസ് ചെയ്യുന്നത്. പീച്ചിങ്ങ പൊള്ളിച്ചത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇപ്പോൾ സവോള ആണെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പിൽ താഴെ മാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിന് വഴണ്ട് വരണം. മാത്രമല്ല കളറൊക്കെ മാറി പച്ചപ്പൊക്കെ മാറി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചപ്പ് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് വഴറ്റുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചപ്പ് മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പീച്ചിങ്ങ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പീച്ചിങ്ങയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ, കഷ്ണമൊക്കെ വെന്ത് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് രണ്ടാം പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പ് അളവിലാകുന്നത് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിയുടെ എരിവ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം മുളക് പൊടി ചേർക്കുന്ന സമയത്ത് അതൊന്ന് കണക്കാക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. പീച്ചിങ്ങയൊക്കെ വെന്ത് രണ്ടാം പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നു മാത്രം. ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീച്ചിങ്ങ പൊള്ളിച്ചതെന്നോ പീച്ചിങ്ങ കറിയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. പീച്ചിങ്ങ കൊണ്ട് നമ്മൾ അധികം റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Till then, take care and thanks for watching.